തോറ്റ് അമ്പേ പരാജയപ്പെട്ട് തകർന്നു കിടക്കുന്ന ഒരു സംഘടനയെക്കുറിച്ചും ഒരു മുന്നണിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടാകും നമുക്കറിയില്ല. എങ്കിലും പറഞ്ഞു നോക്കാം എന്നുള്ളതേ ഉള്ളൂ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്. കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പെടലേക്ക് ഇത് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇന്ത്യയിൽ ഇനി അത് ചിലവാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വോട്ട് ചോറി ആരോപണം 8 നിലയിൽ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. അതിനുശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ കൺക്ലൂസീവായ തെളിവുകളോടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ കാര്യം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ വെച്ച് കഴിഞ്ഞ 5-6 മാസമായി കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് കുറേ മാധ്യമങ്ങളിലേക്ക് പിന്തുണയോടെ കൊണ്ടുവന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ഏഷ്യയിലെന്ന് മാത്രമല്ല അതിദയനീയമായി തോൽക്കുന്ന ഒരു കാഴ്ചയാണ്. 4-6-2 കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയാണ് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. അവസാനം 6 പറയുന്നു. എന്ന് മാത്രമല്ല 10% വോട്ടിൻ്റെ വ്യത്യാസമാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ളത്. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. 49% NDA മുന്നണിയുടെ വോട്ട്, ഇപ്പുറത്ത് 38 അടുത്ത് കിടന്ന് കിതയ്ക്കുന്നതേ ഉള്ളൂ. അൺബിലീവബിൾ വിക്ടറി. ഇതിനകത്ത് എല്ലാവരും പറയുന്ന 10,000 വോട്ടിൻ്റെ 10,000 രൂപയുടെ എല്ലാ വീട്ടമ്മമാർക്കും കൊടുത്ത പണം, അതുപോലെ തന്നെ വിവിധ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഫാക്ടറായിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ ഫ്രീബീസ് എന്ന് പറയുന്നതിനെ കുറച്ചു കാലം മുമ്പ് വരെ കളിയാക്കിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളും പാർട്ടിയും മുന്നണിയും ഇപ്പോൾ കാര്യമായി ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്.